ഇതിൽ നിന്നും ഒരു ഉരുള ഇതിലൂടെ തരാൻ വല്ല ഓപ്ഷനും ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ കേട്ടോ. അത്രക്കും ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല, കഴിച്ച് തന്നെ അറിയണം. ഇതൊരു ഇച്ചിരി ഉണ്ടെങ്കിൽ ചോറും പാത്രം കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വറ്റൽ മുളകും ചെറിയുള്ളി വെളുത്തുള്ളി പുളി കുറച്ച് കറിവേപ്പില എന്നിവ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു വറ്റൽ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് അത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു കപ്പോളം ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്ക ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല മുരിഞ്ഞ് കിട്ടുന്നവരെ കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ മൂപ്പിച്ചെടുത്ത ഐറ്റംസ് ഇടികലിലിട്ടിട്ട് ഇതുപോലൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അത് മാറ്റിയിട്ട് അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്ത് ചെമ്മീനും കൂടെ നന്നായിട്ടൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ചെമ്മീൻ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്